പണം, അധികാരം, മദ്യം, മദിരാശി, ഇതൊക്കെ ഇഴചേർന്ന് കിടക്കുന്ന ഘടകങ്ങളാണ്. അതിൻ്റെ അവസാനത്തെ ഒരു കഥ പുറത്തു വരുന്നത് എപ്സ്റ്റീൻ എന്ന വ്യക്തി. അദ്ദേഹം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്നവർക്ക് കാഴ്ചവെക്കുകയും അതിൻ്റെ ഒരു ശൃംഖല ഉണ്ടാക്കുകയും ചെയ്തതിൽ കുപ്രസിദ്ധനായ വ്യക്തിയാണ് അമേരിക്കയിലെ. ഏകദേശം ഒരു 80കൾ തൊട്ട് ഒരു വീഡിയോ ഇപ്പോൾ അടുത്ത് വന്നത് 80കളുടെ അവസാനം ട്രംപും എപ്സ്റ്റീനും കൂടി ഒരു നിശാനൃത്തം കണ്ടുകൊണ്ടിരിക്കുന്നതും അതിനെപ്പറ്റി ട്രംപ് കൈയടിക്കുന്നത് വാഴ്ത്തിപ്പാടുന്നതായിട്ടും പിന്നെ ട്രംപ് ഒരു ബർത്ത്ഡേക്ക് ആരോഗ്യ പുറത്ത് വളരെ വിവാദപരമായ രീതിയിൽ ഹാപ്പി ബർത്ത്ഡേ എഴുതുന്നു. അങ്ങനെ ഇവർ കൂട്ടുകെട്ടായിട്ട് നടന്നിരുന്നതാണ്. അന്ന് ട്രംപ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായിരുന്നു. പക്ഷെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ചൂഷണം ചെയ്തതിൻ്റെ പേരിൽ ഇന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ വളരെ ഇതാണ്. ഇത് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് ട്രംപിൻ്റെ അധികാരം തന്നെ സിംഹാസനം പൊളിഞ്ഞു വീഴുന്ന സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടനവധി കാര്യങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ ഭരണകാലത്തൊക്കെ റഷ്യൻ കൊലൂഷൻ എന്നൊക്കെ പറഞ്ഞുള്ളൊരു വിവാദമായിരുന്നു. അതിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് എപ്സ്റ്റീൻ. നമുക്കറിയാവുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് എപ്സ്റ്റീനും എന്ന വ്യക്തിയും ട്രംപുമായിട്ട് 2004 തെറ്റിപ്പിരിഞ്ഞതായിട്ടാണ് അറിയുന്ന രേഖകളും വിവരങ്ങളും. എപ്സ്റ്റീനെ ഈ കേസുകളുടെ പേരിൽ അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം 2019 ജയിലിൽ ന്യൂയോർക്കിൽ വെച്ച് ആത്മഹത്യ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു കേസുകളിൽ ട്രംപ് മാത്രമല്ല ബിൽ ക്ലിന്റനും ഇടപെട്ടിരിക്കുന്നു. എപ്സ്റ്റീൻ്റെ വലയത്തിൽ ഒട്ടനവധി ബിസിനസ്സുകാരും രാഷ്ട്രീയക്കാരും ഉണ്ടായിരുന്നു. അതിൽ ബിൽ ക്ലിന്റനും അതിൽ തുല്യ പങ്കാളിത്തമുള്ളതാണ്. ട്രംപ് ഇവർ രണ്ടുപേരാണ് അധികാര മേഖലയിലും സ്വാധീനത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തികളെന്ന ഏറ്റവും കൂടുതൽ പേരുള്ളവര്. ബാക്കി ഒട്ടനവധി പേരുകളും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ട്രംപ് ഇതിനെപ്പറ്റി പലപ്പോഴും ട്രംപിന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത രീതിയിലുള്ള ട്രാപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ചുറ്റിനും നിൽക്കുന്ന ആ ഒരു വൃത്തം, അതായത് അതിൽ ഏറ്റവും മുഖ്യ ഇന്ത്യൻ വംശജനായ കാഷ് പട്ടേൽ അദ്ദേഹത്തെ എല്ലാ കേസുകളിൽ നിന്നും രക്ഷിച്ചെടുക്കാവുന്നത് പോലെയൊക്കെ രക്ഷിച്ചെടുത്തു കൊണ്ടുവരുന്നുണ്ട്. എന്നിരുന്നാലും പോലും പല വിവാദങ്ങളും തേച്ചുമാറ്റി അലക്കി കളയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഇവിടെയൊക്കെ, അതായത് ഇവിടെയൊന്നും വ്യക്തികൾക്കൊരു സ്ഥാനമില്ല. അമേരിക്കൻ സർക്കാരിന്റെ ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിലങ്ങ് വീഴാം, ഉള്ളിൽ പോകാം എന്നുള്ളൊരു ഇതുള്ളതാണ്. എന്നാൽ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയാസ്പദമായ രീതിയിൽ ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും കഴിഞ്ഞ ഭരണകൂടത്തിലെ ബൈഡന്റെ മകൻ ഹണ്ടർ ബൈഡൻ അയാളൊക്കെ ഉള്ളിൽ പോകുന്ന വകുപ്പുകൾ എന്തുകൊണ്ട് ഉള്ളിൽ പോയില്ല, അതല്ലെങ്കിൽ അതിൽ ബൈഡൻ ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുന്നു, പൊതുമാപ്പ് കൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ട്രംപ് അത്രയും ആ ഒരു രാഷ്ട്രീയ എതിരാളിയുടെ മകനെ വെറുതെ വിടുക. ട്രംപിന്റെ ആ വിരോധം, കാരണം ട്രംപിനെതിരെ 99 കേസാണ് ബൈഡനും കമല ഹാരിസും കൂടി കൊണ്ടുവന്നത്. അത് ഇലക്ഷനെ നേരിടുന്ന സമയത്ത് 34 ഫെലനി ചാർജസ് ആണ് ചാർത്തിയത്. അതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷെ ഹണ്ടർ ബൈഡനെ എന്നിട്ടും വെറുതെ വിടുന്നു എന്ന് പറയുമ്പോൾ എവിടേക്കോ ധാരണകളും അങ്ങോട്ടുമുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മൾ ഈ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച രാഷ്ട്രങ്ങളിൽ കാണുന്ന പോലെയുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് ഇന്നൊക്കെ നടക്കുന്ന കാര്യങ്ങൾ. കാരണം പ്രതിപക്ഷം ഒന്നും മിണ്ടുന്ന പോലുമില്ല, ഒബാമയൊന്നും മിണ്ടുന്ന പോലുമില്ല, കമല ഹാരിസിനെ കാണാനേ ഇല്ല. എന്തൊക്കെ ഒരു പുസ്തകം എഴുതി, അത് സ്വന്തം പാർട്ടിപ്പെട്ട ഹില്ലരി ക്ലിന്റന് പണ്ടാരാങ്ങണ്ട് പറഞ്ഞ മാതിരി 2 മല ചേർന്നാലും ചിലതൊന്നും ചേരില്ല എന്ന് പറയുന്ന മാതിരി ഒരു പുസ്തകമൊക്കെ എഴുതി ഹില്ലരി അങ്ങോട്ടും വെച്ചു, കമല ഇങ്ങോട്ടും വെച്ചു, പണി വെച്ചു എന്നൊക്കെയാണ് പുസ്തകത്തിലെ ഇതുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നത്. അതെവിടെയെങ്കിലും പോട്ടെ, അത് വേറെ വിഷയം. പക്ഷേ ഇന്നൊരു ഇമെയിൽ വന്നിരിക്കുകയാണ്. അതായത് മാക്സ്വെൽ ഗിസ്ലെയിൻ എന്ന് പറഞ്ഞ സ്ത്രീയാണ് ഇതിനെല്ലാം ചൂട്ടുപിടിച്ചു കൊടുത്തത്. അന്ന് പ്രായപൂർത്തിയാകാത്ത 15-16 വയസ്സായ പെൺകുട്ടികളെ ഇവരുടെ സങ്കേതത്തിൽ എത്തിക്കുന്നതിനും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്കും ഓശാരം ചെയ്തു കൊടുത്ത ഒരു സ്ത്രീയാണ്. അവരിന്ന് ഉള്ളിൽ പോയിരിക്കുകയാണ്. എപ്സ്റ്റീൻ ആത്മഹത്യ ചെയ്തതിന് ശേഷം മാക്സ്വെൽ ഗിസ്ലെയിൻ എന്ന അവര് ഉള്ളിലാണ്. ഇപ്പൊ ഈ അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് അവർ വേറെ പ്രസിഡന്റിൽ നിന്ന് വേറെ പ്രസിഡന്റിലേക്ക് മാറ്റില്ല, അങ്ങോട്ട് അതൊക്കെ നടക്കുന്നുണ്ട് പല ഇതുകളും. പക്ഷെ ഇന്ന് ഡെമോക്രാറ്റ്സ് പ്രതിപക്ഷം കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഇമെയിൽ പുറത്തുവിട്ടിരിക്കുകയാണ്. അത് മാക്സ്വെൽ ഗിസ്ലെയിന് എപ്സ്റ്റീൻ അയച്ച ഒരു ഇമെയിലാണ്. ആ ഇമെയിലിൽ പ്രതിപാദിക്കുന്നത്
പ്രകാരം ആണെങ്കിൽ അത് പ്രകാരം എങ്ങനെ താല്പര്യമുള്ളവരെ സ്വാധീനിക്കാം. ഒപ്പം ട്രംപും ഒരു 16 വയസ്സുകാരി പെൺകുട്ടിയും അദ്ദേഹത്തിന്റെ വീട്ടിൽ ഉണ്ടായിരുന്ന കഥയെക്കുറിച്ച് ഇമെയിലിൽ പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ ഒട്ടനവധി ഇമെയിൽ ഉണ്ട്. ഇത് കോൺഗ്രസിന് പുറത്തു കൊണ്ടുവരുന്ന ആഗ്രഹമുണ്ട്, പ്രതിപക്ഷത്തിന് പുറത്തു കൊണ്ടുവരണം. പക്ഷെ ഇത് എല്ലാ പൂട്ടുകളിട്ട് അത് ഇല്ലാണ്ടാക്കി ഇതാണ് ഇന്ന് കാഷ് പട്ടേലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് എത്ര വരെ പുറത്തു പോകും, പ്രതിപക്ഷം എത്ര ശക്തമായി. പ്രതിപക്ഷത്തുള്ളത് ഒബാമ മിണ്ടുന്നില്ല, ബൈഡൻ പ്രായമെന്ന് വിചാരിക്കാം, ക്ലിന്റൺ പ്രതിപക്ഷത്താണ്, ക്ലിന്റൺ ഇതിൽ ബിൽ ക്ലിന്റൺ ഇതിൽ ഇടപെട്ടിരിക്കുകയാണ്, ഇതിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. പിന്നെയുള്ളത് ഇപ്പൊ ഈ ചക് ഷൂമർ എന്ന് പറഞ്ഞൊരു ജൂതനാണ്. അയാൾ ഡെമോക്രാറ്റിക് ഒബാമയുടെ പാർട്ടിയിലാണ്. അതൊക്കെയാണ് അഡ്ജസ്റ്റ്മെന്റുകൾ. ഏറ്റവും ഈ ട്രംപിനേക്കാളും വലിയ വെള്ളക്കാരനും ജൂതനാണ് ഈ ചക് ഷൂമർ. പക്ഷെ പാർട്ടി മംതാനിയുടെ പാർട്ടിയാണ്. അതൊക്കെ ഒരു ഭയങ്കര തമാശകളാണ്. അപ്പൊ അന്തർധാര, മറ്റേ സന്ദേശം സിനിമയിൽ പറയുന്ന അന്തർധാര ശക്തമാണ് അമേരിക്കയിൽ. അത് വ്യക്തികൾ തമ്മിൽ ഇപ്പൊ ഇവിടെയുള്ളൊരു കാലിഫോർണിയ ഗവർണർ ഗവിൻ ന്യൂസം, ഇയാളും ട്രംപൊക്കെ ആയിട്ട് അന്തർധാര വ്യക്തമാണ് ശക്തമായിട്ട്. പിണറായി മോഡി പോലെയൊക്കെയുള്ള കഥകളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോ ഇതില് ട്രംപിനെ ഇപ്പൊ ഉള്ളത് ഒരു ഹക്കീം ജെഫ്രി എന്ന് പറഞ്ഞ ഒരു പ്രതിപക്ഷം, അദ്ദേഹം സ്പീക്കറോ ഇതാണ് ന്യൂനപക്ഷത്തിന്റെ നേതാവ്. അയാളൊക്കെ എന്തൊക്കെയോ പറയുന്നു എന്നല്ലാതെ പ്രതിപക്ഷത്തിന് ശക്തിയില്ല. ഒബാമ പിൻവാങ്ങി എന്ന് തോന്നുന്നു. എവിടേക്ക് കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് വെർജീനിയയിലാട്ടെ എന്തോ ഒരു പ്രസംഗത്തിന് വന്നു എന്നല്ലാതെ വേറെ ഇതിനൊന്നും ഒബാമ നിൽക്കുന്നില്ല. അപ്പൊ പ്രതിപക്ഷത്തിന് ശക്തിയില്ലാത്തതിന്റെ പേരിലാണ് ട്രംപ് രക്ഷപ്പെട്ടു പോകുന്നത്. അവര് ഇലക്ഷന് മുമ്പ് കൊണ്ടുവന്ന 34 ഫെലനി ചാർജസ് അത് രാഷ്ട്രീയമായിരുന്നു. അതിൽ അദ്ദേഹത്തിന് ഒരു പങ്കില്ലായിരുന്നു. എന്നാൽ ഇത് വളരെ ഗൗരവമുള്ള കേസാണ്. അപ്പോ ഇതിൽ നിന്ന് ട്രംപിന് മുട്ടാനായിട്ട് ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ള അതിനുള്ള ശക്തി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണേണ്ടത്. ഇതിൽ വലിയൊരു ഇതിനെ അണിനിർത്തേണ്ടി വരും ട്രംപ്. കാരണം വ്യക്തമായിട്ടുള്ള ഒരു തെളിവായിട്ടൊരു ഇമെയിൽ എപ്സ്റ്റീൻ ഗിസ്ലൈൻ മാക്സ്വെല്ലിന് അയച്ചിരിക്കുന്ന ഇമെയിൽ പുറത്തു വന്നിരിക്കുന്നത്, ഇന്ന് പുറത്തു വിട്ടിരിക്കുന്നത്. ഇതുപോലെ ഒട്ടനവധി ഇമെയിലുകളും തെളിവുകളും അവിടെ കിടക്കാണ്. അപ്പൊ എന്താകും ഇതിന്റെ ട്രംപിന്റെ സ്ഥിതി? ട്രംപിന്റെ സിംഹാസനം പൊളിഞ്ഞു വീഴുമോ? അദ്ദേഹത്തിന് എന്തെങ്കിലും ഇംപീച്ച്മെന്റ് പോലെയുള്ളതുകളൊക്കെ വരിക എന്നുള്ളതിൽ അറിയില്ല. പക്ഷെ അധികാരത്തിൽ അദ്ദേഹം സ്വതവേ ഈ ഒരു മാസത്തോളമായിട്ട് ട്രംപ് ഒരു പതിഞ്ഞ മട്ടാണ്. അദ്ദേഹത്തിന്റെ ഭാഷയിലും ഭാവത്തിലും ഒക്കെ എല്ലാത്തിലും വിട്ടുവീഴ്ച ചെയ്ത് ഒതുങ്ങിയ മട്ടിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. വളരെയധികം ഒരു അതിശയോക്തി ഉളവാക്കുന്ന രീതിയിലാണ്. കാരണം അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി അതല്ല. താരിഫ് യുദ്ധം, ചൈനയെ വെല്ലുവിളിക്കുന്നു, ഇന്ത്യയെ വെല്ലുവിളിക്കുന്നു, അവിടെ ഇവിടെയൊക്കെ അതും ഇതും മറ്റേ എല്ലാം കാണിച്ചു കൂട്ടിയിട്ടും ഇപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തിത്വം മൊത്തമായിട്ട് മാറിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തെ നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ഈ പുറത്ത് ഇമെയിൽ ഇപ്പൊ വന്നിരിക്കുന്നത്? ഇപ്പയാണ് ഇതിന്റെ മേലെ തെളിവുകൾ വന്ന് പ്രതിപക്ഷം ശക്തമായി പ്രതികരിക്കുമോ, അത് അദ്ദേഹത്തിന്റെ സ്ഥാനഭ്രഷ്ടം തന്നെ സംഭവിക്കുമോ എന്നുള്ളതാണ് ഇന്ന് അമേരിക്ക നോക്കി കാണുന്നത്.